ക്ലാസ് 12 സോളിഡ് സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു മെയിൻലി 4 ടൈപ്സ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിളിൻ്റെ നേച്ചറിനും അവിടുത്തെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ബേസിസിലും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മെയിനായിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. അത് ഏതൊക്കെ ടൈപ്സ് ആണെന്നാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഇത് അയണിക് സോളിഡ്സ് ആണ്. അയണിക് സോളിഡ് ഒരു എക്സാമ്പിൾ NaCl ആണ്. അതിനെ അയണായിട്ട് എക്സിസ്റ്റ് ചെയ്ത് എഴുതാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ NaCl മറക്കരുത്. അയണിക് സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് അയൺസ് ആയിരിക്കും എന്നറിയാം. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ അയണിക് ബോണ്ട് ആണെന്നും അറിയാം. ദേ ആർ ജനറലി ഹാർഡാണ്. അയണിക് ബോണ്ട് മീൻസ് ചാർജ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. സോളിഡ് സ്റ്റേറ്റിൽ അയണിക് സോളിഡ്സ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ മോൾട്ടൺ സ്റ്റേജിൽ അയണിക് സോളിഡ്സ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് അയോൺസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അയൺസ്. ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ അയണിക് ബോണ്ട്. ദേ ആർ ജനറലി ഹാർഡ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ദേ ആക്ട് ആസ് ഇൻസുലേറ്റേഴ്സ്. Insulator, which means that does not conduct electricity. In molten or aqueous state, they can conduct electricity because of the presence of ions. Example: sodium chloride, potassium chloride, calcium fluoride, CaF2. Then we move to covalent solid. Covalent solid ഒരു ഡയമണ്ട് ഒക്കെ കോവാലൻ്റ് സോളിഡിൽ വരുന്നതാണ്. അവിടെ കോവാലൻ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന ബോണ്ട്. കോവാലൻ്റ് ബോണ്ടായിരിക്കും. നല്ല ഹാർഡായിരിക്കും. ഡയമണ്ട് എന്ന് ഓർത്താൽ മതി, നല്ല ഹാർഡല്ലേ, നല്ല ഹാർഡായിരിക്കും. നല്ല മെൽറ്റിംഗ് പോയിൻ്റ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ദേ ആർ ഇൻസുലേറ്റേഴ്സ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് പ്രത്യേക ലെയർ സ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റുകയും അത് ഇൻസുലേറ്റേഴ്സായി ആക്ട് ചെയ്യാതിരിക്കുകയും അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻസ്. ഇപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്സ് ഒക്കെ കോവാലൻ്റ് സോളിഡിന് എക്സാമ്പിളാണ്. ദെൻ ക്വാർട്സ്, സിലിക്കൺ കാർബൈഡ്. ഒന്നുകൂടെ പറയാം, ദി കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് നമ്മൾ കോവാലൻ്റ് സോളിഡാണ് പറയുന്നത്. ഡയമണ്ട് വെച്ചിട്ട് നമ്മളിതിനെ പഠിക്കുക. The constituent particles are atoms held together by covalent bond. They are generally hard. They have high melting point. They are insulators except graphite. Examples: diamond, graphite, fullerenes, quartz, silicon carbide, etc. എളുപ്പമല്ലേ പഠിക്കാൻ? Then third one, metallic solids. Metallic solids എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് all metals. മെറ്റാലിക് സോൾസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ കേർണൽസ് ആൻഡ് മൊബൈൽ ഇലക്ട്രോൺസ്. മൊബൈൽ ഇലക്ട്രോൺസ് മീൻസ് മൂവബിൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ മൊബൈൽ, അതുകൊണ്ടാണ് മൂവൽ, ഫ്രീ ഇലക്ട്രോൺസ്, അതർവൈസ് നോൺ ആസ് ഫ്രീ ഇലക്ട്രോൺസ്. കേർണൽസ് ആൻഡ് മൊബൈൽ ഇലക്ട്രോൺസ് വിച്ച് മീൻസ് മെറ്റൽസ് ആർ ഓർഡർലി കളക്ഷൻ ഓഫ് പോസിറ്റീവ് അയൺസ്, okay, surrounded by and held together by sea of free electrons. Thus electrons are called mobile electrons, and so this is a term used to represent the above sentence. Okay, the constituent particles എന്ന് പറയുന്നത് കേർണൽസും മൊബൈൽ ഇലക്ട്രോൺസും ആണ്. മെറ്റാലിക് സോളിഡിൻ്റെ മെറ്റാലിക് ബോണ്ട് വെച്ചിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഹാർഡാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. മെറ്റൽസ് കണ്ടക്റ്റേഴ്സാണ് അല്ലേ? മെറ്റാലിക് സോൾസ് കണ്ടക്റ്റേഴ്സാണ്. അതായത് ഒരു മെറ്റൽ കൺസിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ മെറ്റലിൽ എന്തുണ്ടാവും? ഒരു മെറ്റലിൽ ഒരു പോസിറ്റീവ് അയോണിക് സോളിഡ് ആയിരിക്കും. എന്താണ്? അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അയൺ ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് അയണിനെ സറൗണ്ട് ചെയ്തിട്ട് മൂവബിൾ ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് മെറ്റാലിക് സോളിഡ് നാം കാണേണ്ടത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം.
Constituent particles are kernels and mobile electrons held together by metallic bond. They are generally hard, have high melting point. They are conductors because of the presence of mobile electrons or free electrons. All metals are in metallic solids. Okay, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡിൻ്റെ 3 ഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. മോളിക്കുലാർ സോളിഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ പഠിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മോളിക്കുലാർ സോളിഡ് എന്താണെന്ന് വെച്ചാൽ മോളിക്യൂൾസ്, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉദ്ദേശിക്കുന്ന മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുള്ളത്. മോളിക്കുലാർ സോളിഡ്സ്, the constituent particles are molecules. They are held together by weak van der Waals bond. They are generally soft, have low melting point. Molecular solid can be divided into 3. Molecular solid പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് പോളാർ മോളിക്കുലാർ സോളിഡ്, രണ്ടാമത്തേത് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡ്, ദെൻ നെക്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്. The first one is polar molecular solid. Polarity, polar. HCl നെ H+ എന്നും Cl- എന്നും നമുക്ക് എഴുതാം. അപ്പോൾ അതിനെ ഒരു പോളാർ മോളിക്കുലാർ സോളിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും, ഹെൽഡ് ടുഗദർ ബൈ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. അതായത് ഒരു പൊളാരിറ്റി, നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ +1 ചാപ്റ്ററിൽ പഠിച്ചതാണ്, ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഒരു പോളാർ മോളിക്യൂളിലാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഓൾറെഡി പെർമനൻറ്റ് ഡൈപോൾസ് ഉണ്ടായിരിക്കും. അതായത് ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ ഒബേ ചെയ്യുക. ഡൈപോൾ ഇൻട്രാക്ഷൻ്റെ മറ്റൊരു പേരാണ് കീസം ഫോഴ്സ്. സോളിഡ് ആയിട്ടുള്ള HCl, സോളിഡ് S സൾഫർ ഡൈഓക്സൈഡ് ഒക്കെ പോളാർ മോളിക്യൂൾസ് സോളിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ HCl ഓർത്ത് വെച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും, ഹെൽഡ് ടുഗദർ ബൈ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. സോളിഡ് HCl, സോളിഡ് SO2 എക്സെട്ര അതൊക്കെ പോളാർ മോളിക്കുലാർ സോളിഡ് ആണ്. ഡൈപോൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഡൈപോൾ മീൻസ് പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾസ് ഉള്ളത് കൊണ്ടിട്ടാണ് അതിനെ ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. HCl രണ്ടാൾക്കും പെർമനൻ്റ് ആയിട്ട് ഡൈപോൾസ് ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് പല ഇൻട്രാക്ഷൻസ് പഠിച്ചതല്ലേ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ, അതിലൊരു ഇൻട്രാക്ഷൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത നോൺ പോളാർ മോളിക്കുലാർ സോളിഡിലേക്ക് പോകാം. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ആകുമ്പോഴത്തേക്ക് അവിടെ പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾസ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിളായിട്ട് പഠിക്കാം. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും, ഹെൽഡ് ടുഗദർ ബൈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. അതായത് പെർമനൻറ്റ് ഡൈപോൾ ഇല്ല, അതായത് ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്ത മോളിക്യൂൾ ആകുമ്പോഴത്തേക്ക് അവിടെ പൊളാരിറ്റി ഉണ്ടാവാൻ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടണം, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾസ് ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണ് അവിടെ അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഹെൽഡ് ടുഗദർ ബൈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോളിഡ് അയഡിൻ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് ആയിട്ടുള്ള ഡ്രൈ ഐസ് എന്ന് പറയും. അപ്പം സോളിഡ് H2, സെനോൺ എന്നതൊക്കെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡാണ്. മനസ്സിലായി കാണുമല്ലോ. ദെൻ ദി ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്. HF ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡാണ്. ഓക്കെ, HF എന്തെന്ന് വെച്ചാൽ ഹാഫ്നിയം അല്ല ഉദ്ദേശിക്കുന്നത്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, Constituent particles contains molecules in which hydrogen atom is linked to highly electronegative element like oxygen, nitrogen, fluorine. ഇത് ശരിക്കും ഹൈഡ്രജൻ ബോണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്, നിങ്ങൾ പിറകാലെ +1 പഠിച്ച കാര്യമാണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻസ് മോളിക്യൂൾസ് ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റം ഈസ് ബോണ്ട് ലിങ്ക്ഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് സച്ച് ആസ് ലൈക്ക് ഫ്ലോറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ, ഹെൽഡ് ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്. സോളിഡ് HF, സോളിഡ് NH3, ice etc. are the examples of hydrogen bonded solid. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷനിലേക്ക് പോവാണ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നിട്ട് പ്രോബ്ലംസ് ആണ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷനാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ the regular arrangement of constituent particles of a crystal in a 3-dimensional space is said to be crystal lattice.
അതായത് ഒരു ക്രിസ്റ്റലിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് അടങ്ങിയിട്ടുള്ള കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിൽ. എന്താണ്? റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്നവരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒന്നുകൂടി പറയാം, റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ ഇൻ എ ക്രിസ്റ്റൽ അത് നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ദി റെഗുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ് ഈസ് സെഡ് ടു ബി ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് പോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് പാർട്ടിക്കിൾസ് ആർ റെപ്രസെൻറ്റഡ് ബൈ പോയിൻറ്റ്സ്. അതുപോലെ തന്നെ ഈച്ച് പോയിൻ്റ് ഇൻ എ സ്പേസ് ലാറ്റിസ് പോയിൻ്റ്. ലാറ്റിസിലെ ഈച്ച് പോയിൻ്റ് ഇൻ എ സ്പേസ് ലാറ്റിസ് മീൻസ് ക്രിസ്റ്റൽ ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. ക്രിസ്റ്റലിലുള്ള ഓരോ പോയിൻറ്റിനെയും ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ദീസ് ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ടു ഗെറ്റ് ദി ജോമെട്രി ഓഫ് ദി ക്രിസ്റ്റൽ. അതായത് ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഇവിടെ നമ്മൾ പാർട്ടിക്കിൾസിനെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ ഓരോ പോയിൻറ്റിനെയും ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയും. ഈ ലാറ്റിസ് പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്ന അത് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ആ പാർട്ടിക്കിൾസിന് അതിൻ്റെ ജോമെട്രി കിട്ടുന്നു. ദസ് ലാറ്റിസ് പോയിൻറ്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ് ടു ഗെറ്റ് ജോമെട്രി ഓഫ് ദി ക്രിസ്റ്റൽ. മനസ്സിലായി കാണുമല്ലോ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇനി പറയണോ? വേണ്ടല്ലോ. അടുത്തതായിട്ട് പറയുന്നത് യൂണിറ്റ് സെൽ എന്നാൽ എന്താണെന്നാണ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ലാറ്റിസിലിരിക്കുന്ന ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റ്, സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ എടുത്താൽ അതിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് യൂണിറ്റ് സെൽ. ഓക്കെ, ദി സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് present in a space lattice is called unit cell, also known as fundamental building block of a space lattice or crystal lattice. അതായത് യൂണിറ്റ് സെല്ലാണ് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് യൂണിറ്റ് സെല്ല് ഒരുപാട് അടുക്കി വെച്ചിട്ടാണ് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുക എന്നർത്ഥം. ഒരു യൂണിറ്റ് സെല്ല് ക്യാരക്ടറൈസ് ചെയ്യണത് 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അത് ഏതൊക്കെയാണ് 6 പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ആക്സിയൽ ലെങ്ത് ആയിട്ടുള്ള എ ബി സി, അതുപോലെ ആക്സിയൽ ആംഗിളായിട്ട് വരുന്ന ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 6 പാരാമീറ്റേഴ്സ് സച്ച് ആസ് ആക്സിയൽ ലെങ്ത് ലൈക്ക് എ ബി സി and axial angle like alpha beta gamma. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 പാരാമീറ്റേഴ്സ് ആണ്. ആ 6 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്സിയൽ ലെങ്ത് 3 ആക്സിയൽ ആംഗിൾ 3. ഓക്കെ, ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ വെച്ചിട്ട് പ്രധാനമായിട്ട് 2 ടൈപ്സ് യൂണിറ്റ് സെല്ലാണുള്ളത്. ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് യൂണിറ്റ് സെൽ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. അപ്പോൾ 2 ടൈപ്പിലുള്ള യൂണിറ്റ് സെല്ലാണ് ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ടൈപ്പാണ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്കാണ്. ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് ടൈപ്പ് യൂണിറ്റ് സെൽ, സിമ്പിൾ ക്യൂബിക് SSE. A unit cell in which particles are present only at corners is said to be simple cubic. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെൽ ആകുമ്പോഴത്തേക്ക് അവിടെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നത് കോർണേഴ്സിൽ മാത്രമാണ്, ഓൺലി അറ്റ് കോർണേഴ്സ്. നോക്കൂ, ഈ ഒരു പടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പടമാണ്. കാരണം വളരെയധികം ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഒരു ക്യൂബാണ്, ആ ക്യൂബിൻ്റെ കോർണേഴ്സിലാണ് നമുക്ക് പാർട്ടിക്കിൾസിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെയുള്ള 8 യൂണിറ്റ് സെൽ അടുക്കി വെച്ചാൽ മാത്രമേ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കംപ്ലീറ്റ്ലി ലാറ്റിസിനകത്തായെന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു കോർണറിലിരിക്കണ ഒരു പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നത് 1/8 ആണ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വരുമ്പോൾ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതൊരൊറ്റ ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ എല്ലാ ഫേസിലും ഒരു ക്യൂബിന് 6 ഫേസും 8 കോർണർ, 6 ഫേസ് ആൻഡ് 8 കോർണേഴ്സ് ആർ ഇൻ എ
ക്യൂബ്, പ്രസൻറ്റ് ഇൻ എ ക്യൂബ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ 8 കോർണേഴ്സ് ഉണ്ടായതുകൊണ്ടിട്ടാണ് 8 ക്യൂബ് അടുക്കി വെച്ചാൽ നടുക്കിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ പൂർണ്ണമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് അതിന് 1/8 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു കോർണറിലിരിക്കണ ഒരു പാർട്ടിക്കിളിന്. ഇപ്പോൾ ആ കോർണറിലല്ല ഫേസിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് 1/2 ആയിരിക്കും കോൺട്രിബ്യൂഷൻ. മനസ്സിലായി കാണുമല്ലോ. ഇപ്പുറത്തൂടെ ഒരെണ്ണം വന്ന് അടുക്കി വെച്ചാൽ ഫുള്ളും ആ ലാറ്റിസിനകത്താവും. എന്തായാലും നമ്മൾ പ്രിമിറ്റീവ് ടൈപ്പ് സിമ്പിൾ ക്യൂബ് യൂണിറ്റ് സെല്ല് പഠിച്ചു. ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമാണ് കാണപ്പെടുന്നത്. യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് കോർണേഴ്സ് ഈസ് സെഡ് ടു ബി സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. അടുത്തതായിട്ട് സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ നോൺ പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെല്ലാണ്. മീൻസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നൊക്കെ പറയും. എ യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് നോട്ട് ഓൺലി അറ്റ് കോർണർ but also to some other positions is said to be non-primitive cell. That means in non-primitive cell the particles are found not only at the corners but also at the other positions of the crystal unit cell of the unit cell. These are 3 types. അപ്പം non-primitive cell എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണും. some other positions said to be primitive non-primitive unit cell. These are 3 types. 3 ടൈപ്പ് നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിനെയാണ് കാണുന്നത് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ FCC അഥവാ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നതാണ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ FCC എന്ന് പറയും. അതായത് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുന്ന എവിടേക്കാണെന്ന് ചോദിച്ചാൽ കോർണേഴ്സിലും പാർട്ടിക്കിൾസിനെ കാണാം, ഫേസിൻ്റെ സെൻറ്ററിലും നമുക്ക് ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാം. അതായത് FCC യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എ യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദി കോർണർ ബട്ട് ഓൾസോ അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ് ഓഫ് ലാറ്റിസ്. ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ട്, 8 കോർണേഴ്സ് ആണുള്ളത്. 6 ഫേസ് ആൻഡ് 8 കോർണേഴ്സ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ പിറകാലം നമുക്ക് പഠിക്കാനുണ്ട്, അത് വെച്ചുള്ള പ്രോബ്ലംസും പഠിക്കാനുണ്ട്. സെക്കൻഡ് ടൈപ്പ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവിൽ വരുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കാണ്, BCC എന്ന് പറയും. അതായത് ബോഡി സെൻറ്ററിലും കാണും കോർണേഴ്സിലും കാണും പാർട്ടിക്കിൾസ്. എ യൂണിറ്റ് സെൽ ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ബട്ട് ആൾസോ ടു ദി ബോഡി സെൻറ്റർ ഓഫ് ദി ക്യൂബ് ഈ സെഡ് ടു ബി ബോഡി സെൻറ്റർ ക്യൂബ്. മനസ്സിലായി കാണുമല്ലോ. ബോഡി സെൻറ്ററിലുണ്ട് ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒരൊറ്റ ബോഡി സെൻറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, 8 കോർണേഴ്സ് 6 ഫേസ്. ഓക്കെ, അപ്പം ബോഡി സെൻറ്ററിലും കോർണേഴ്സിലും മാത്രം പാർട്ടിക്കിൾസ് കാണും ഇൻ കേസ് ഓഫ് BCC ബോഡി സെൻറ്റേർഡ് ക്യൂബ്. അടുത്തതായിട്ട് പഠിക്കുന്നത് എൻഡ് സെൻറ്റേർഡ് ക്യൂബാണ്. അടുത്തതായിട്ട് നമുക്ക് എൻഡ് സെൻറ്റേർഡ് ക്യൂബാണ് പഠിക്കാനുള്ളത്. എൻഡ് സെൻറ്റേർഡ് ക്യൂബിൽ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് കാണും, ഏതെങ്കിലും എനി 2 ഓപ്പോസിറ്റ് ഫേസിലും കാണും, ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് വരുന്ന ഫേസിലും പാർട്ടിക്കിൾസ് കാണും. യൂണിറ്റ് സെല്ല് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് നോട്ട് ഓൺലി അറ്റ് ദി കോർണേഴ്സ് ബട്ട് ആൾസോ അറ്റ് ദി സെൻറ്റർ ഓഫ് എനി 2 ഓപ്പോസിറ്റ് ഫേസ് ഈസ് കോൾഡ് എൻഡ് സെൻറ്റേർഡ് ക്യൂബ്. Next we learn about calculation of number of atoms per unit cell. അതായത് നമ്മൾ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും എന്നതാണ് പഠിക്കുന്നത്. നമുക്ക് നോക്കാം. സിമ്പിൾ ക്യൂബ് നമ്മൾ പറഞ്ഞു കോർണേഴ്സിൽ മാത്രമാണ് ആറ്റംസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് 1 കോർണർ, ഒരു കോർണറിൽ 1/8 ആയിരിക്കും. അങ്ങനെ ഒരു കോർണറിലിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് 1/8 ആയിരിക്കും. അങ്ങനെയുള്ള 8 കോർണേഴ്സ് ഉണ്ട് ഇൻ എ ക്യൂബ്. Then contribution of particles at 8 corners 1/8 into 8 corners. Then we get answer 1 atom per unit cell is present in simple cubic lattice unit cell. അടുത്തതായിട്ട് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് നമ്മൾ FCCയിലാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് പറയാം, FCC എന്ന് പറയുമ്പോൾ ഫേസിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവും പാർട്ടിക്കിൾസ്, കോർണേഴ്സിൽ ഉണ്ടായിരിക്കും. 1/8 ആണ് കോർണറിലിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ. ദെൻ 1/2 ആണ് ഫേസിൽ ഇരിക്കുന്ന ഫേസ് സെൻറ്ററിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നോക്കാം, കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് 1 കോർണർ എന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെ 8 കോർണേഴ്സിലും കൂടെ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് 8 പോയിൻറ്റ് 1/8 ഇൻറ്റു 8 കോർണേഴ്സ് ഈസ് ഈക്വൽ ടു 1.
ഓക്കെ 1 കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് വൺ ഫേസ്. വൺ ഫേസ് മീൻസ് 1/2. 1/2 മീൻസ് അവിടെ രണ്ട് അതായത് നമ്മൾ നോക്കാം, ഇവിടെ കണ്ടോ, ഇവിടെ എവിടെ, അതായത് ഒരു ഫേസിൽ ഒരു ആറ്റം ഇരിപ്പുണ്ട്, മറ്റൊരു ക്യൂബ് കൂടി ഇവിടേക്ക് വന്നിരുന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് യൂണിറ്റ് ലാറ്റിസിനകത്തായി എന്ന് പറയാൻ പറ്റൂ. അതായത് കോൺട്രിബ്യൂഷൻ എന്നത് ഈ പാർട്ടിക്കിൾ ഈ ഒരു ക്യൂബിനെ വെച്ച് നോക്കുമ്പോൾ 1/2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വൈ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് 1 phase മീൻസ് 1/2. കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് 6 phase. ഇത്തരത്തിൽ ഒരു ക്യൂബിന് 6 phases ഉണ്ട്. 6 phases ആർ പ്രസൻറ്റ് ഇൻ 1 cube. ദാറ്റ് മീൻസ് 1/2 into 6 phase ഈസ് ഈക്വൽ ടു 3. 3 ഈസ് ദി ആൻസർ. ദെൻ 1 + 3. സോ വി ക്യാൻ സേസ് ദാറ്റ് നമുക്ക് പറയാൻ പറ്റും FCCയിൽ there are 4 atoms per unit cell. 3 atoms from the face center and 1 atom from the corners. Then FCC there are 4 atoms per unit cell is present. In face centered cube there are 4 atoms per unit cell is present. Do you understand? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് BCCൻ്റെ ആണ്, ബോഡി സെൻറ്റർഡ് ക്യൂബ്. ബോഡി സെൻറ്റർഡ് ക്യൂബ് വിച്ച് മീൻസ് the particles are present at the body center and the corners. Contribution of particles at one corner is equal to 1/8. അങ്ങനെയുള്ള 8 corners ഉണ്ട്. at 8 corner 1/8 into 8 corners, that is 1. Then contribution of particles at body center. ബോഡി സെൻറ്ററിലുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്, കാരണം അത് ബോഡിക്കകത്തല്ലേ. അപ്പോൾ അതിൻ്റെ 1ഉം ക്യൂബിനെ കോൺട്രിബ്യൂട്ട് അതിനകത്ത് തന്നെ വരുന്നതായിരിക്കും, അതിൻ്റെ പാർട്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ബോഡി സെൻറ്റർ ഇസ് ഈക്വൽ ടു 1. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ BCC there are 2 atoms per unit cell present. 1 + 1. There are 2 atoms per unit cell. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ എ ക്യൂബിക് ലാറ്റിസ് ആണ്. A atom occupy at corner and B atom occupy at the center of face. In a cubic lattice, A atom occupy at corner and B atom occupy at the center of face. Write the formula of the lattice. അതായത് കോർണർ ഓഫ് ദി ആറ്റം മീൻസ് A atom അല്ലേ.